നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ലോകകപ്പുകളിലായിട്ട് കളിക്കാത്ത, സാന്നിധ്യമില്ലാത്ത ഒരു വലിയ ടീമുണ്ട്, ഇറ്റലി. നമ്മളൊക്കെ ഞെട്ടിക്കുന്നത് 2 ലോകകപ്പുകളിൽ ഇറ്റലി കളിച്ചിട്ടില്ല എന്നത് ആലോചിക്കുമ്പോൾ. ഇപ്പോൾ ഈ മൂന്നാമത്തെ 2026 ലോകകപ്പ് ജൂണിൽ നടക്കുന്ന ലോകകപ്പിലും ഇറ്റലിയുടെ കാര്യം കഷ്ടമാണ്. ഇറ്റലി ഈ ഘട്ടം വരെ ക്വാളിഫൈ ചെയ്തിട്ടില്ല, യോഗ്യത നേടിയിട്ടില്ല ലോകകപ്പിന്. ഇന്നിപ്പോൾ അവർക്ക് ഒരു അവസാന അവസരമുണ്ട്. അതായത് യൂറോപ്പിൽ നിന്ന് ഇനി 4 ടീമുകൾ കൂടി ക്വാളിഫയർ ജയിച്ച് വന്നാൽ ലോകകപ്പിൽ കളിക്കാം. ആ കളിയുടെ ഏറ്റവും പ്രധാന, ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അവരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. കാരണം യൂറോപ്യൻ ക്വാളിഫയറിലെ പ്ലേ ഓഫ് മത്സരങ്ങളിൽ ഇന്ന് ഇറ്റലി നോർത്തേൺ അയർലൻഡിനെ നേരിടുകയാണ്. ഈ കളി ജയിച്ച്, ഇത് സെമിഫൈനലാണ്, ഈ പ്ലേ ഓഫിൻ്റെ സെമിഫൈനലാണ്, ഈ ക്വാളിഫയറിൻ്റെ സെമിഫൈനലാണ്. ഇത് കഴിഞ്ഞാൽ ഫൈനലുണ്ട്. ആ ഫൈനലിൽ ഇവർ കളിക്കുക വെയിൽസും ബോസ്നിയയും തമ്മിൽ ഇന്ന് തന്നെ നടക്കുന്ന മറ്റൊരു സെമിഫൈനലിലെ വിജയിയാണ്. അങ്ങനെ ഇന്ന് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിക്കുക, പിന്നീട് ഫൈനലിൽ വെയിൽസാണോ അതോ ബോസ്നിയാണോ ആരാണോ വരുന്നത് ആ ടീമിനെയും കൂടി തോൽപ്പിച്ച് ഫൈനലിൽ ജയിച്ചാൽ ലോകകപ്പിലേക്ക് കളിക്കാം ഇറ്റലിക്ക്. അതായത് 2 കളി ജയിച്ചാൽ, ഇന്ന് നോർത്തേൺ അയർലൻഡുമായും അടുത്ത ഫൈനലും ജയിച്ചാൽ ഇറ്റലിക്ക് 2026 ലോകകപ്പ് കളിക്കാം. അങ്ങനെ 12 വർഷമായി ലോകത്തെ ഏറ്റവും മികച്ച വേദി ഫുട്ബോൾ ലോകകപ്പ്, ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വേദിയാണ്. അവരുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വേദിയിൽ 12 വർഷത്തിന് ശേഷം ഇറ്റലിക്ക് കളിക്കാം. പക്ഷെ അത് അത്ര എളുപ്പമല്ല. നോർത്തേൺ അയർലൻഡിനെയും തോൽപ്പിക്കണം, ഫൈനലിൽ ഏത് ടീമാണോ വരുന്നത് അവരെയും തോൽപ്പിക്കണം. ലോക ഫുട്ബോളിൽ, പ്രത്യേകിച്ച് ലോകകപ്പിലേക്ക് കാര്യം വരുമ്പോൾ വലിയ ടീം ചെറിയ ടീം എന്നൊന്നുമില്ല, ആരെയും തോൽപ്പിക്കും. ഇതിൽ ചെറിയ ആശ്വാസം നൽകുന്ന കാര്യം ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, അവർ 2022 ലോകകപ്പ് ക്വാളിഫയിങ് റൗണ്ടിലാണ് ഇതിനു മുമ്പ് നോർത്തേൺ അയർലൻഡ് കളിച്ചത്. അന്ന് 2 ഗോളിന് ഇറ്റലി ജയിച്ചിരുന്നു. പക്ഷേ പിന്നീട് സ്വന്തം നാട്ടിൽ നടന്ന കളി ഡ്രോ ആവുകയും അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ കഴിയാത്തതിനെ തുടർന്ന് ഇറ്റലി ലോകകപ്പ് കളിക്കാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തത് 2022. പക്ഷേ അന്ന് അവർ നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട് 2 ഗോളിന്. അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. അവർക്ക് ആത്മവിശ്വാസത്തോടെ ഈ കളിയെ നേരിടാനുള്ള ഒരു ആശ്വാസമാണ്. ഇറ്റലി എക്കാലത്തെയും വലിയ ടീമുള്ളതാണ് ഇറ്റലി. നമ്മൾക്ക് ഇറ്റലിയെ മറക്കാൻ പറ്റുമോ? മാൾഡിനിയും 2006 കനവാരോയും ഗട്ടൂസോയും മാർക്കോ മദ്രാസിയും ഒക്കെ കളിച്ച ടീമുകൾ ഇറ്റലി എത്ര കാലം. ബാജിയോ, എന്താ റോബർട്ടോ ബാജിയോ ഒക്കെ പോലുള്ള വലിയ കളിക്കാർ, വലിയ ടീമല്ലേ ഇറ്റലി. ആ ഇറ്റലി കഴിഞ്ഞ 2 ലോകകപ്പിൽ കളിച്ചിട്ടില്ല, ഈ ലോകകപ്പ് കളിക്കുക എന്നുള്ളത് തുലാസിൽ നിൽക്കുകയാണ് അവരുടെ കാര്യം. അത് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ന് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിച്ച് ഫൈനലിലും ഏതാ ടീമാണോ ആ ടീമിനെയും കൂടി തോൽപ്പിച്ചാൽ ഇറ്റലി വരും. അത് ലോക ഫുട്ബോളിലെ ആരാധകർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക, ഏത് ടീമിൻ്റെ ആരാധകരാണെങ്കിലും ഇറ്റലി കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റലി അത്ര വലിയ ചാമ്പ്യൻ ടീമല്ലേ. അപ്പോൾ ഇറ്റലി കളിക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട്. അവസാന വഴിയായി ഒരു പ്രകാശം, ചെറിയൊരു പ്രകാശം അവിടെ കിടക്കുന്നുണ്ട്. അവർ വരും, അവർ കളിക്കും, അവർ ലോകകപ്പ് കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വഴി, അവിടെ അവസാന വഴിയാണത്, അവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിന് ഇന്ന് ഇറ്റലിയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിക്കണം, പിന്നെ ഫൈനലിലെ ടീമിനെയും തോൽപ്പിക്കണം. എന്തായാലും ഇന്ന് ഇറ്റലിക്ക് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇറ്റലി, എക്കാലത്തെയും വലിയ ചാമ്പ്യൻ ടീമുകളിലൊന്നായ ഇറ്റലി ലോകകപ്പ് കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശ്വസിക്കാം. അല്ലെങ്കിൽ വലിയ നഷ്ടമാണത്. കാരണം ഇറ്റലി അർജൻറ്റീനയും ബ്രസീലും ഫ്രാൻസും ഒക്കെ കളിക്കുന്ന, സ്പെയിനും ഒക്കെ കളിക്കുന്ന ഒരു ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിൽ പിന്നെ ആ ലോകകപ്പിൻ്റെ ചാമ തന്നെ പോയില്ലേ. അതിൻ്റെ ഒരു തിളക്കം കുറച്ചെങ്കിലും നഷ്ടപ്പെടുന്നു. മൊത്തം നഷ്ടപ്പെട്ടു എന്നല്ല, പക്ഷേ ഇറ്റലിയെ പോലൊരു ടീം കളിക്കുകയാണെങ്കിൽ ആ ലോകകപ്പിനുണ്ടാകുന്ന തിളക്കം എത്ര കൂടുതലാണ്.
ഇപ്പോൾ 2014 കളിച്ചതിന് ശേഷം 18-ലും 22-ലും അവർക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. 2 ലോകകപ്പ് കഴിഞ്ഞിട്ടില്ല, കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ ഒരു ലോകകപ്പ് കൂടി മിസ് ചെയ്താൽ ലോക ഫുട്ബോളിൽ ആരാധകർക്ക് തന്നെ എത്ര വലിയ നഷ്ടമാണ്. ആ നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ. ഇറ്റലിക്ക് ലോകകപ്പ് കളിക്കാൻ കഴിയട്ടെ. ഇന്ന് അവർക്ക് നോർത്തേൺ അയർലൻഡിനെ തോൽപ്പിക്കാനും പിന്നീട് ഫൈനലിൽ ഏത് ടീമാണ് ആ ടീമിനെയും തോൽപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ.